നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കറണ്ട് അഫയറിൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മനോരമ ന്യൂസ് മേക്കർ പുരസ്കാരം 2020 ജേതാവാരെന്നാണ് ചോദ്യം. ഉത്തരമാണ് KK ശൈലജ. അടുത്ത ചോദ്യം, 2019 സ്വാതി സംഗീത പുരസ്കാരത്തിൻ്റെ അർഹനായത് TM കൃഷ്ണ. മൂന്നാമത്തെ ചോദ്യം, മിസ് ഇന്ത്യ 2020 കിരീടം നേടിയത് മാനസ വാരണസി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഫിഷറീസ് ഹബ്ബ് നിലവിൽ വന്നത് ഗോവ. അഞ്ചാമത്തെ ചോദ്യം, 2021 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈൽ ദ സർഫസ് ടു എയർ മിസൈൽ ഏതെന്നാണ് അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആകാശ്. അടുത്ത ചോദ്യം, 2020 ലോക ഭക്ഷ്യ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ വേൾഡ് ഫുഡ് പ്രൈസ് രത്തൻ ലാൽ. ഏഴാമത് ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു അല്ലെങ്കിൽ GC മുർമു. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ട്രൈബൽ ഹോസ്റ്റലുകൾക്ക് ISO അംഗീകാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ. അടുത്ത ചോദ്യം, ഫിലിപ്പീൻസിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡർ ദ ന്യൂ ഇന്ത്യൻ അംബാസിഡർ ടു ദ ഫിലിപ്പീൻസ് ശംഭു S കുമാരൻ. പത്താമത്തെ ചോദ്യം, 2021 ഓസ്കാർ അവാർഡ്സിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് നോമഡ് ലാൻഡ്. അടുത്ത ചോദ്യം, 2021 ജനുവരിയിൽ വധശിക്ഷ നിരോധിച്ച രാജ്യം കസഖിസ്ഥാൻ. 12ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. 13ാമത്തെ ചോദ്യം, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് കള്ളനോട്ടം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനമന്ത്രി ആരാണ്? ദ കറണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള KN ബാലഗോപാൽ. 15ാമത്തെ ചോദ്യം, 2021 യൂറോ കപ്പ് ജേതാവ് ഇറ്റലി. 16ാമത് ചോദ്യം, ബഹിരാകാശത്തേക്ക് പോകുന്ന എത്രാമത്തെ ഇന്ത്യൻ വംശജയാണ് ശിരിഷ ബന്ദല? 3ാമത്തെ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ നിലവിലെ കയർ മന്ത്രി P രാജീവ്. 18ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യത്തിനുള്ള 2019 അവാർഡ് നേടിയത് സത്യൻ അന്തിക്കാട്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ആരാണെന്നാണ് ഹർഷ് വർദ്ധൻ ശൃംഗല. അടുത്ത ചോദ്യം, 2021 ഓസ്കാർ അവാർഡ്സിൽ മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ്. 21ാമത് ചോദ്യം, COVID-19 വാക്സിൻ അംഗീകാരം നൽകിയ ആദ്യ രാജ്യം റഷ്യ. അടുത്ത 22ാമത് ചോദ്യം, 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. അടുത്ത ചോദ്യം, ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ ആദ്യ മലയാള പത്രം ഏതാണെന്നാണ് കേരള കൗമുദി. 24ാമത് ചോദ്യം, വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത മിതാലി രാജ്. അടുത്ത 21ാമത് ചോദ്യം, ഇറാനിൻ്റെ പുതിയ കറൻസി എന്നാണ് ചോദ്യം. ഉത്തരമാണ് ടൊമാൻ. 26ാമത് ചോദ്യം, GST കാൽക്കുലേറ്റർ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പനി ഏതാണ്? കാസിയോ. 27ാമത് ചോദ്യം, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണെന്നാണ് അശോക് ലവാസ.
28ാമത്തെ ചോദ്യം, സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? തൈവാൻ. 29ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ ആരാണെന്നാണ്? സോഫി തോമസ്. അടുത്ത 30ാമത്തെ ചോദ്യം, കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻ്റണി ഡൊമിനിക്. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 13 ക്വസ്റ്റ്യൻ്റെ പാർട്ട് 1. ഇതിൻ്റെ പാർട്ട് 2ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.